ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്താണ്. അപ്പം ഞങ്ങളായിട്ടാണ് വന്നത്. ഇതിനു മുമ്പ് ഞാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പായിരുന്നു. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. രണ്ടായാലും നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായത്. അപ്പം ഞാൻ എല്ലായ്പ്പോഴും വിശ്വസിക്കുന്നത് എല്ലാ നേട്ടങ്ങൾക്കും കാരണം മനുഷ്യനാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. നമുക്ക് എല്ലായ്പ്പോഴും ആരൊക്കെയോ നമ്മളെ സഹായിക്കാൻ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈശ്വരീയ സങ്കല്പങ്ങളെ ആ രീതിയിൽ കാണുന്നത്. ക്ഷയാത് ത്രായതീതി ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് നാശത്തിൽ നിന്ന് നമ്മളെ മുക്തമാക്കുന്ന ഇടം. അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിൽ ഞാൻ പോകുന്ന സമയത്തും എൻ്റെ ഉള്ളിൽ പല വിധത്തിലുള്ള നാശങ്ങളെയൊക്കെ കട്ടായി മാറണമെന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. അനുഭവമാണല്ലോ യഥാർത്ഥത്തിൽ സത്യം. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത്. എല്ലാ വിധത്തിൽപ്പെട്ട ആൾക്കാർക്കും വരാം, പ്രാർത്ഥിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ വിഷ്ണുമായ സ്വാമിയോട് പറയാം. അതിനുശേഷം നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ പറയേണ്ട, നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിക്കോളൂ.